കുറെ അധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ് ടീനേജേഴ്സിന്റെ ഇടയിലുള്ള ആത്മഹത്യ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം അതിന് എന്താണ് കാരണം? ഒരു വിഷയം ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്? എന്ത് വന്നാലും എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒരിക്കലും ഈ കുട്ടി ഇതൊന്നും ചെയ്യില്ല, അത് ഉറപ്പാണ്. ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം തൻ്റെ മക്കളുടെ സിറ്റുവേഷൻ എന്താണ്, അവരേത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. രാഹുലെ, നമ്മള് കുറെ അധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ് ടീനേജേഴ്സിന്റെ ഇടയിലുള്ള ആത്മഹത്യ. ഇപ്പൊ ഒരു കുട്ടിയുടെ ജീവൻ കൂടെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് നിന്നാണ് ഈ ഒരു വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത വരുന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത് പല രീതിയിലാണ് വരുന്നത്. സ്കൂളിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻ വേറെയാണ്, ഈ പേരൻസ് തരുന്നതും വേറെയാണ്. പേരൻസ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ മാനസികപരമായിട്ട് ടീച്ചേഴ്സ് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. മാനസിക സമ്മർദ്ദത്തിലാക്കി ആ ഒരു പ്രഷറിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തത്. ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് തമ്മിൽ ഇൻസ്റ്റഗ്രാമിൽ നല്ല ചീത്ത പറഞ്ഞു. ആ ചീത്ത പറഞ്ഞ കാര്യങ്ങൾ പേരൻസ് ആണ് ടീച്ചേഴ്സിനോട് പറഞ്ഞത്. കുട്ടിക്ക് ഇനി TC കൊടുത്തു വിടും എന്നുള്ള ആ ഒരു തലത്തിലേക്ക് കുട്ടി ചിന്തിച്ചത് കൊണ്ടായിരിക്കാം മരിച്ചതെന്നുള്ളത്. ശരിക്കും ഈ കുഞ്ഞ് അതിന്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ ഈ രണ്ടാൾക്കാർക്ക് ഒരേപോലെ ഇൻഫ്ലുവൻസ് ഉണ്ടാവത്തില്ലേ? ഉറപ്പായും അത് രണ്ടാളെ മാത്രം ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനൊരു ആത്മഹത്യക്ക് ടെൻഡൻസി വഴിയൊരുക്കുന്നത് ഒന്നാമത് അവര് വളർന്നു വരുന്ന ഈ ഒരു സമൂഹമാണ്. ഞാൻ സമൂഹത്തെ മാത്രമേ കുറ്റം പറയുള്ളൂ. കാരണം ഈ പണ്ടുള്ള കുട്ടികളും ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴൊന്നും ഇല്ലാത്ത ഈ ഒരു ആത്മഹത്യ നിരക്ക് കൂടുന്നതിന്റെ കാരണം അവര് വളർന്നു വരുന്ന അവരെ വളർത്തിക്കൊണ്ട് വരുന്ന ഈ സാഹചര്യം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലുള്ള തെറിവിളി അല്ലെങ്കിൽ പരസ്പരമുള്ള ഈ തെറിവിളി, അത് സ്വാഭാവികം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സിനിടയിലും വിളിക്കാറുണ്ട്. അത് ടീച്ചേഴ്സ് പൊക്കിയിട്ടുമുണ്ട്, പലതവണ ശകാരിച്ചിട്ടുണ്ട്. ഇതേപോലെ ടീച്ചർ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ ഒരു ആത്മഹത്യ എന്താ പറയാ ഇങ്ങനെയുള്ള തലത്തിലോട്ട് നമ്മൾ ചിന്തിക്കാറില്ല. വീട്ടിൽ നിന്നാണല്ലോ, കാരണം അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വിഷമമില്ല. ഇതൊക്കെ സില്ലി കാര്യം, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാറുള്ളൂ. ഇപ്പോൾ ഇത് ഭയങ്കര ഹാർഡായിട്ട് തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രത്തോളം അവർക്ക് കൈ കിട്ടുന്നതെല്ലാം എന്താ പറയുക, അവർ ആഗ്രഹിക്കുന്നത് കൈത്തുമ്പിലെല്ലാം കിട്ടുന്നുണ്ട്. മാത്രമല്ല പേരൻസ് ആണെങ്കിലും എല്ലാം അവരവരുടെ വഴിക്ക് വിട്ടേക്കാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, അവർ സ്ട്രഗിൾ ചെയ്യുന്നില്ല, ലൈഫിൽ എന്തും കിട്ടുന്നുണ്ട്. അപ്പോൾ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു തലത്തിലേക്ക് ചിന്തിക്കുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ആർക്കും അറിയാത്ത എന്തെങ്കിലും കാണുമായിരിക്കും എന്നും നമുക്ക് ചിന്തിക്കാം. കാരണം അറിയത്തില്ലല്ലോ ഇപ്പോഴുള്ള പിള്ളേരുടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും. അവർക്ക് നമ്മളെല്ലാവരെയും കാറ്റും ഭയങ്കര അഡ്വാൻസ്ഡാണ്. അഡ്വാൻസിന്റെ അപ്പുറത്തേക്കും ഈ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എന്തായാലും സ്കൂളിൽ നിന്നുള്ള പ്രഷർ ഉണ്ടായിട്ടുണ്ട്. കാരണം സ്കൂളിൽ നിന്ന് TC കൊടുത്തു വിടുന്നതിന് മുമ്പത്തേക്കും ഒരു ചട്ടക്കൂടിൽ നിന്ന് ഒരു വിചാരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അതെന്തായാലും ആ സ്കൂളിൽ സംഭവിച്ചിട്ട് ഉണ്ടാവും. അത് ഒരു ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം അറിയുന്ന സ്ഥിതിക്ക് കുഴപ്പമില്ല മോനെ, ഇത് ഈ ഒരു പ്രായത്തിന്റെ അല്ലേ, ഏജിന്റെതല്ലേ എന്ന തലത്തില് വളരെ കൂളായിട്ടൊന്നും ഹാൻഡിൽ ചെയ്ത രീതിയൊന്നുമില്ല. പിന്നെ ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവൻ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുക്കണം ആരെങ്കിലും നിലയില്. ഇപ്പോ മാതാപിതാക്കളാണെങ്കിൽ ഇപ്പോ ഈ ടീച്ചർ പറഞ്ഞ സ്ഥിതിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഈ കുട്ടികളെ ചേർന്ന് ഒരു ഗ്രൂപ്പിനകത്തില് ചീത്ത വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ ചീത്ത പറയുന്നതിന്റെ ഇടയ്ക്ക് ഈ കാര്യം സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പേരൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, കാരണം ഇവരുടെ കുട്ടികളെ ചീത്ത വിളിക്കുന്ന കാര്യം ഇവര് പോയി പബ്ലിക്കായിട്ട് ആ സ്കൂളിൽ പോയി പറയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വൈരുദ്ധ്യം ഉള്ളതായിട്ട് തോന്നി. കാരണം ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് എന്തായാലും ഏത് പേരൻസ് ആണെങ്കിലും ഇത് പബ്ലിക് ആക്കാൻ്റെ അപ്പുറത്തേക്കും അവിടെ തന്നെ ഹാൻഡിൽ ചെയ്യലാണ് പതിവ്. ഇപ്പൊ പേരൻസ് സ്കൂളിൽ വന്നിട്ട് സ്വന്തം മകന് TC വേണോന്ന് ഏതെങ്കിലും പേരൻസ് പറയില്ലല്ലോ. അപ്പൊ ആ ഒരു തലത്തിലേക്ക് അവിടെ വന്ന് പറയുകയും അവിടുന്ന് ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള, അപ്പൊ ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് അവനെയാണ്, അല്ലെങ്കിൽ അവന്റെ ചെവിക്ക് പിടിച്ചിട്ടുണ്ട്, അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ തലത്തിൽ അവന് നല്ല രീതിയിൽ വഴക്ക് കിട്ടി, അല്ലെങ്കിൽ അവന് ആ ഒരു മേ ബി സ്കൂളിലെ കുട്ടികളുടെ മുമ്പ് വെച്ച് തന്നെ ആയിരിക്കാം അത്തരത്തിലുള്ള വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിന്റെ മുമ്പ് വെച്ചിട്ടായിരിക്കാം, സുഹൃത്തുക്കളുടെ മുമ്പ് വെച്ചിട്ടായിരിക്കാം അവൻ അത്രത്തോളം രീതിയിൽ വഴക്കുകളൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോ അത്രയും രീതിയിൽ ആ ഒരു മാനസിക സമ്മർദ്ദം സ്കൂളിൽ നിന്നും അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്നും ആ കുട്ടിക്ക് അനുഭവിച്ചത് കൊണ്ടാണ് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് പോകുന്നത്. കാരണം ഇപ്പോഴത്തെ ജനറേഷനാണ്. അപ്പൊ ഈ ജനറേഷനില് നേരത്തെ ആ പറഞ്ഞ പഴയ ജനറേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, ഈ TC കൊടുത്തുവിട്ടാലൊന്നും വിഷയമില്ല,
അപ്പൊ അതിലും അപ്പുറത്തേക്ക് അപ്ഗ്രേഡ് ആയിട്ട് ചിന്തിക്കുന്ന പിള്ളേർ ഈ ഒരു ജനറേഷനിലുണ്ട്. കാരണം AI ഒക്കെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടെക്നോളജി വൈസ് ഉയർന്നിട്ടുള്ള കുട്ടികളും അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ കൂടിയാണിത്. അപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഒരു ചീത്ത വിളിച്ചിട്ട് TC കൊടുത്തു വിടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്തായാലും ആ കുട്ടി അങ്ങനെ ചെയ്യണമെന്നില്ല. കൃത്യമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഈ പേരൻസിന്റെ ഭാഗത്തു നിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വിഷയം ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്, അതൊരു വലിയ കാര്യമാണ്. അതൊരു വിഷയമാക്കി ആ കുഞ്ഞിനെ ആ ഒരു സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെടുത്തി പലർക്കുള്ളൊരു രീതിയാണ്. നമ്മളുടെ മുമ്പിൽ തെറ്റ് കാണുന്ന സമയത്ത് അത് വലുതാക്കി കണ്ട് അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇനി അവര് അത് ആവർത്തിക്കാതിരിക്കണം. അതിന്റെ അപ്പുറത്തേക്കും നമ്മുടെ സമൂഹം ചെയ്യുന്നത് ഇവൻ ഇത് ചെയ്തു, ഇവനെ 4 ആൾ അറിയണം, ഇവനെ നാറ്റിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം നാറ്റിച്ച് ഇവനെ മാനസികപരമായിട്ട് തളർത്തത്തില്ലേ, ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ അങ്ങനെ ചെയ്യണം. അതാണ് ശരിക്കും ഇവിടെ നടന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു വസ്തുത അറിഞ്ഞ സമയത്ത് പേരൻസ് അവരുടെ രീതിയിൽ ഹാൻഡിൽ ചെയ്യൂ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരുടെ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ഇവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരത്തേക്കും ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇവർക്ക് കൂടുതൽ പ്രഷർ കൊടുത്തു. അപ്പോ സമൂഹത്തിന്റെ മുമ്പിലാണെങ്കിലും വീട്ടുകാരുടെ മുമ്പിലും അവന്റെ ക്ലാസ്മേറ്റ്സിന്റെ മുമ്പിലും അപമാനിതനായ ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഒരു ജീവിതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇനി ഞാൻ ജീവിച്ചത് കൊണ്ട് വീണ്ടും ഞാൻ ഇനി ഇവരെയൊക്കെ മുഖത്ത് നോക്കണ്ടേ, ഇതൊരു വലിയൊരു കാര്യമാണ്. ഞാൻ ഇനി ഇവരെയൊക്കെ മുഖത്ത് നോക്കണ്ടേ, ഞാൻ എങ്ങനെ ഇവരെ ഫേസ് ചെയ്യും. സപ്പോർട്ടായിട്ട് ചിലപ്പോൾ പേരൻസ് ഉണ്ടാവണമെന്നില്ല. സപ്പോർട്ടീവായിട്ട് പേരൻസ് ഉണ്ടായാൽ പോലും കുട്ടികളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫാമിലി അന്തരീക്ഷമാണെങ്കിലോ ഡെയിലി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, വഴക്ക് കേട്ടോണ്ടിരിക്കുകയാണ്. ഈ പേരന്റിങ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം തൻ്റെ മക്കളുടെ സിറ്റുവേഷൻ എന്താണ്, അവരേത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഇപ്പം സ്കൂളിൽ നിന്ന് അങ്ങൊരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി പേരൻസ് ഒന്ന് മനസ്സ് വെച്ച് അത് മാറ്റാവുന്നേ ഉള്ളൂ. അവരവരുടെ കൂടെ നിൽക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം എന്ത് വന്നാലും എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒരിക്കലും ഈ കുട്ടി ഇതൊന്നും ചെയ്യില്ല, അത് ഉറപ്പാണ്. കാരണം ആരുമില്ല, ഒറ്റപ്പെടൽ, അങ്ങനൊരു സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു സംഭവം ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. പ്രധാനമായിട്ട് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഞാൻ ഇനി എങ്ങനെ ഫേസ് ചെയ്യും ഈ കാര്യം, എനിക്ക് സപ്പോർട്ടായിട്ട് ആരുമില്ല. ആ ഒരു സാധനം പക്ഷെ 2 രീതിയിലായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. ഒന്നെങ്കിൽ ഇവരെ ഈ കുറ്റപ്പെടുത്തുന്നതിലൂടെ ഇനി ഇവര് ചെയ്യാതിരിക്കട്ടെ, അങ്ങനെയായിരിക്കും. പക്ഷെ ഈ അടിച്ചൊക്കെ പിള്ളേരെ ഇതാക്കൂലേ, നല്ല രീതി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുന്ന സമയത്ത് കുട്ടികൾ അടിച്ചടിച്ചടിച്ച് അവരിനി അത് ചെയ്യാതിരിക്കുക. അപ്പൊ പറയുന്ന കാര്യം നന്നാവാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, ഇനി അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ അതെന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ ഇട്ട് അടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അമ്മാതിരി കുറ്റം പറഞ്ഞുകൊണ്ടോ ഒന്നും അവർ നന്നാവത്തില്ല. ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മാനസികപരമായി അവരെ തള്ളിവിടാതെ കൂടെ നിർത്തിക്കൊണ്ട് ഇനി അത് ചെയ്യിക്കാതിരിക്കാം, ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാതിരിക്കണം എന്ന രീതിയിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഉള്ള കുട്ടികൾ എന്തെങ്കിലും ഒരു, അതായത് ചെറിയ കാര്യം എന്ന് ഞാൻ എന്നെ താഴ്ത്തി കിടുന്നില്ല, ചെറിയ കാര്യം എന്ന് ഞാൻ പറയുന്നത്, പക്ഷെ ഇങ്ങനൊരു എന്താ പറയുക സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വലിയ ചിന്താഗതി, അതായത് ആത്മഹത്യ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം, അതിന് എന്താണ് കാരണം, എന്താണ് ഇങ്ങനെ ചിന്തിച്ച് ഇതേപോലുള്ള കഠിനമായ തീരുമാനമൊക്കെ എടുക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പണ്ടും ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളൊക്കെ മരിച്ചിട്ടൊക്കെ ഉണ്ട്. അന്നും ഒരു ഫാമിലി സപ്പോർട്ടുകളും, പ്രധാനമായിട്ട് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിലും പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ഇതുണ്ടല്ലോ, ഞാൻ ഇല്ലാണ്ടായി അല്ലെങ്കിൽ എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ, അതാണ് പ്രധാന കാര്യം. എനിക്ക് തോന്നുന്നത് അതല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഉള്ള കുട്ടികൾ ഇവിടം കൊണ്ട് വളരെ ഉയർന്നിട്ടാണെങ്കിലും ഇവിടം കൊണ്ട് വളരെ താഴെയാണ്, എനിക്ക് അങ്ങനെ തോന്നുള്ളൂ. കാരണം എന്ത് ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ അതുകൊണ്ടാണ് ഈ വയലൻസ് ആയിട്ടുള്ള കുട്ടികൾ, കാരണം ക്ഷമയോ അല്ലെങ്കിൽ അണ്ടർസ്റ്റിമേറ്റോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല, അവര് ചിന്തിക്കുന്ന കൂടിയില്ല. അവർ മറ്റുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ടെക്നിക്കലായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലാണെങ്കിലും അഡ്വാൻസ്ഡ് ആണ്. അതെ ആയിരിക്കാം, പക്ഷെ കൂടെ ഉള്ള എന്താ പറയാ കൂട്ടുകാരനെ കൊല്ലാനും ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടാവുന്നത് ഈ എന്താ പറയാ അവർ ഈ വളർന്നു വരുന്ന സാഹചര്യം, അവർ ഈ വളർന്നു വരുന്ന സമൂഹത്തിന്റെയും പ്രശ്നം തന്നെയാണ്. കൂടാതെ പേരന്റിങ്ങിന്റെയും ഒരു വലിയ പേരന്റിങ്ങിന്റെ അതേപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കുട്ടികൾ മാറി അഡ്വാൻസ്ഡ് ആയി, അതനുസരിച്ചിട്ട് ടീച്ചേഴ്സും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുക നമുക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ചേഞ്ചസ് ഉണ്ടാവണം. അതിനുശേഷം നമ്മള് പിന്നീട് കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്തായാലും വിദ്യാലയങ്ങളിലായിരിക്കും. അപ്പോ കുട്ടികളുടെ ഏജ് അനുസരിച്ചിട്ട് അവിടെയും ഈ ഒരു മാറ്റം കൊണ്ടുവരണം.
അതേപോലെ കൃത്യമായിട്ടുള്ള ഈ കൗൺസിലിങ്സ് ഒക്കെ ഈ സ്കൂളുകളിലൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. പേരിന് വേണ്ടിയിട്ട് കൗൺസിലേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് എല്ലാ സ്കൂളുകളിലും ഇവിടെയൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയാണ്. ഓരോ കുട്ടി മരിക്കുമ്പോഴും നമ്മളത് എടുത്തു പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കൗൺസിലിങ്സ് ആ ഒരു സ്കൂളുകളിൽ കിട്ടുന്നുണ്ടോ? അത് കറക്റ്റ് ആയിട്ട് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് മെന്റലി സ്ട്രെങ്ത് കുറച്ചുകൂടെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടികളുടെ മനസ്സ് നമ്മുടെ കയ്യിലല്ല. മൈൻഡിൽ അപ്പൊ എന്താണോ തോന്നുന്നത് അതാണ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് തള്ളിവിടാതിരിക്കാൻ നമ്മുടെ സമൂഹവും അതേപോലെ തന്നെ പേരൻസും ടീച്ചേഴ്സും എല്ലാവരും ഒരേപോലെ ശ്രമിക്കണം.